തപോവനിൽ നിന്നും മടങ്ങിയെത്തിയ ഞങ്ങൾ വൈകുന്നേരം ഔലി ഹിൽ സ്റ്റേഷൻ സന്ദർശിച്ചു. സമുദ്രനിരപ്പിൽ നിന്നും 2800 മീറ്റർ, അതായത് 900 അടി ഉയരത്തിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ഔലി. ഇങ്ങോട്ട് റോഡ് മാർഗം കൂടാതെ ജോഷിമഠിൽ നിന്നും കേബിൾ കാർ വഴിയും എത്താം. 4 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ റോപ്പ് വേ ഭാരതത്തിലെ ഏറ്റവും വലുതാണ്. ജനവാസ മേഖലയ്ക്കപ്പുറം ഓക്ക് വന പ്രദേശം താണ്ടിയാൽ വലിയ പുൽമേടുകൾ നിറഞ്ഞ ഔലിയിലെത്താം. ഇവിടെ നിന്നും ഹിമാലയത്തിലെ കൊടുമുടികളുടെ മനോഹരമായ കാഴ്ച കാണാനാകും. എന്നാൽ ഞങ്ങൾ പോയ സമയം നല്ല മൂടൽമഞ്ഞ് നിറഞ്ഞ അന്തരീക്ഷമായിരുന്നാൽ ഇത് പ്രാപ്യമായില്ല. കുഞ്ഞി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പുൽമേടുകളിലൂടെ മൂടൽമഞ്ഞും കാറ്റും വകവയ്ക്കാതെ ഞങ്ങൾ കുറച്ചു സമയം ചുറ്റി നടന്നു. മഞ്ഞുകാല ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ ഇവിടെ കുന്നിൻ മുകളിൽ കൃത്രിമമായി നിർമ്മിച്ച ഒരു തടാകമുണ്ട്. മഞ്ഞ് വീണുകിടക്കുന്ന കാലങ്ങളിൽ ഇവിടെ വിന്റർ സ്പോർട്സുകളും സജീവമാകും. മൺസൂൺ സീസൺ ആയിരുന്നതിനാൽ അപ്പോൾ യാത്രികളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. GNBN, ക്ലബ് മഹീന്ദ്ര തുടങ്ങിയ റിസോർട്ടുകൾ ഇവിടെയുണ്ട്. ഒരു ചെറിയ ക്ഷേത്രവും കുന്നിന്റെ മുകളിലായി കണ്ടു. മഴ ആരംഭിച്ചതോടെ ഞങ്ങൾ റോപ്പ് വേ ആരംഭിക്കുന്നിടത്തേക്ക് തിരിച്ചെത്തി. അവിടെയുള്ള ലഘുഭക്ഷണത്തിലും ചൂട് ചായയും ശേഷം പക്കോടയും കഴിച്ച് ഞങ്ങൾ ജോഷിമഠിലേക്ക് മടങ്ങി. നൃസിംഹ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അന്നും ഞങ്ങൾ ജോഷിമഠിൽ തന്നെ അന്തി ഉറങ്ങി. ജോഷിമഠിൽ ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഒരുക്കി തന്നതും ഓലിയിലും തപോവനിലും ഞങ്ങളെ കൊണ്ടുപോയതും ജോഷിമഠ് സ്വദേശിയായ ഭാഗവത ആചാര്യൻ പങ്കജ് ടപ്ലിയാൽ ആയിരുന്നു. അദ്ദേഹത്തിന് കുടുംബത്തിനും ഹൃദയംഗമമായ നന്ദി അറിയിച്ച ശേഷം ഞങ്ങൾ അടുത്ത ദിവസം പ്രഭാതത്തിൽ ജോഷിമഠിൽ നിന്നും താഴേക്കുള്ള യാത്ര ആരംഭിച്ചു. കർണപ്രയാഗ സംഗമം സന്ദർശിച്ച ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടർന്നു. ശ്രീനഗറിനും രുദ്രപ്രയാഗിനും ഇടയിലായി അളകനന്ദാനദിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ധാരി ദേവി ക്ഷേത്രത്തിൽ ദർശനം കഴിച്ചു. റോഡിൽ നിന്നും പടികൾ ഇറങ്ങി പാലം വഴി വേണം ക്ഷേത്രത്തിലെത്തുവാൻ. വളരെ ശക്തിപ്രഭാവമുള്ള ദേവിയെ ഉത്തരാഖണ്ഡിന്റെ രക്ഷാധികാരിയായും ചാർധാമിന്റെ സംരക്ഷകയായും കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ 108 ശക്തി സ്ഥലങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം അളകനന്ദാ നദിയിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായുള്ള അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് വഴിയൊരുക്കുന്നതിനായി ജൂൺ 2013 അളകനന്ദയിൽ നിന്നും ഉയരത്തിൽ നിർമ്മിച്ച ഒരു കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. ഇതിന് വിശ്വാസികളുടെ ഭാഗത്തുനിന്നും വളരെ എതിർപ്പുകൾ ഉയർന്നിരുന്നു. വിഗ്രഹം മാറ്റിയതിന് മണിക്കൂറുകൾക്ക് ശേഷം ഭയന്നത് സംഭവിക്കുകയും ചെയ്തു. 2004 സുനാമിക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറിയ വെള്ളപ്പൊക്കവും മലയിടിച്ചിലും ഗഡ്വാൾ മേഖല അഭിമുഖീകരിച്ചു. മലകളും പട്ടണങ്ങളും ഒഴുകിപ്പോയി. നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഗംഗയിലെ ധാര നിയന്ത്രിക്കുന്ന ധാരി ദേവിയെ വണങ്ങി ഞങ്ങൾ പ്രയാണം തുടർന്നു. ദേവപ്രയാഗത്തിലെത്തിയപ്പോൾ ഞങ്ങൾ ശക്തിസ്ഥലങ്ങളിലൊന്നായ ചന്ദ്രപദനിയിലെ ദേവിയെ സന്ദർശിക്കുന്നതിനായി അവിടെ നിന്നും 31 കിലോമീറ്റർ മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ച് ജാംനി ഖാലിൽ എത്തിച്ചേർന്നു. ജംനിഖലിൽ നിന്നും ചന്ദ്രപദനിയിലേക്ക് 7 കിലോമീറ്റർ കൂടി ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്തു. പിന്നീട് 1 കിലോമീറ്റർ പടികൾ കയറി മലയുടെ മുകളിലെത്തിയാലാണ് ക്ഷേത്രത്തിൽ ദർശിക്കാനാവുക. സമുദ്രനിരപ്പിൽ നിന്നും 2277 മീറ്റർ ഉയരത്തിലുള്ള ഇവിടെ നിന്ന് സുർക്കണ്ട, കേദാർനാഥ്, ബദരിനാഥ് കൊടുമുടികളുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാമത്രേ. മൂടൽമഞ്ഞുള്ള മൺസൂൺ അന്തരീക്ഷമായിരുന്നാൽ ഞങ്ങൾ പോയ സമയത്ത് തൊട്ടടുത്തുള്ള മലകൾ പോലും ദൃശ്യമായിരുന്നില്ല. ക്ഷേത്രത്തിൽ ദേവി വിഗ്രഹത്തെ കൂടാതെ കല്ലിൽ കൊത്തിയ ശ്രീയന്ത്രവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രബദനിയിൽ ശങ്കരാചാര്യ സ്വാമികളാൽ സ്തുതിക്കപ്പെട്ട ചന്ദ്രബദനി ദേവിയെ ദർശിക്കുവാൻ സാധിച്ചത്
വളരെ പുണ്യമായി കരുതിക്കൊണ്ട് ദേവിയെ നമിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും തിരിച്ചിറങ്ങി. ദേവപ്രയാഗത്തിൽ മടങ്ങിയെത്തിയ ഞങ്ങൾ അന്ന് അവിടെ തങ്ങുകയാണ് ഉണ്ടായത്. അടുത്ത ദിവസം രാവിലെ തന്നെ ദേവപ്രയാഗിൽ നിന്നും പുറപ്പെട്ട് വസിഷ്ഠ ഗുഹയിൽ എത്തിയ ഞങ്ങൾ അവിടുത്തെ കടവിൽ സ്നാനം ചെയ്തു. ഗുഹയും ആശ്രമത്തിലെ മലയാളിയായ സ്വാമിജിയെയും സന്ദർശിച്ച് ഉച്ചയോടെ ഞങ്ങൾ ഋഷികേശിലേക്ക് പുറപ്പെട്ടു. വസിഷ്ഠ ഗുഹയെക്കുറിച്ച് വിശദമായി മുൻപൊരു വീഡിയോയിൽ, അതായത് സത്യപഥ യാത്ര ദളം 7 പറഞ്ഞിരിക്കുന്നുണ്ട്. ഋഷികേശിൽ എത്തിയ ഞങ്ങൾ ദയാനന്ദാശ്രമത്തിൽ മുറിയെടുത്ത് അവിടെ തങ്ങി. അന്ന് അടുത്തുള്ള മറ്റ് ആശ്രമങ്ങളും ഞങ്ങൾ സന്ദർശിച്ചു. സന്ധ്യയ്ക്ക് ഉള്ള ഗംഗ ആരതി ദർശിച്ച ശേഷം ആശ്രമത്തിലെ പ്രസാദവും സ്വീകരിച്ച് അവിടെ അന്തിയുറങ്ങി.
അടുത്ത ദിവസവും ഗംഗാസ്നാനവും ഋഷികേശ് സന്ദർശനവുമായി ഞങ്ങളവിടെ കഴിഞ്ഞു. ഹിമവത് താഴ്വരകളുടെ സുഖകരമായ സ്മരണകളുമായി വൈകിട്ടുള്ള വിമാനത്തിൽ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി.